നമസ്കാരം. കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കരയിൽ താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിക്കുന്നു. കരുതലും കൈത്താങ്ങലും എന്ന പേരിലാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നത്. ഇന്ന് നടക്കുന്ന ഈ പരാതി പരിഹാര അദാലത്തിന്റെ ഉദ്ഘാടനം ധനകാര്യ വകുപ്പ് മന്ത്രി KN ബാലഗോപാൽ നിർവഹിച്ചു. കൊട്ടാരക്കര മിനി സിവിൽ സ്റ്റേഷനിലാണ് അദാലത്തിന്റെ ഉദ്ഘാടനം നടന്നത്. അദാലത്തിൽ കൊട്ടാരക്കര താലൂക്കിലുള്ള പൊതുജനങ്ങൾക്ക് പരാതികളുമായി അധികൃതരെ സമീപിക്കാം. ഉടനടി തീർപ്പാക്കാൻ സാധിക്കുന്ന പരാതികൾ അപ്പോൾ തന്നെ തീർപ്പാക്കും. മറ്റുള്ളവയിൽ അധികൃതർ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഉദ്ഘാടന ചടങ്ങിൽ കൊട്ടാരക്കര നഗരസഭ ചെയർമാൻ SR രമേശ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു. ഏതാണ്ട് 2600ഓളം പരാതികൾ ഓൺലൈനായിട്ട് ലഭിച്ചു. ഇതിന്റെ ആദ്യ യോഗം കൊല്ലം താലൂക്കിൽ വെച്ച് നടന്നു. ഏതാണ്ട് 1000ഓളം പരാതികൾ ആ ദിവസം കൊല്ലം താലൂക്കിന്റെ പരാതി പരിഹാര അദാലത്തിന് ഏതാണ്ട് 5ഓളം നിയോജക മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ അവിടെ പരിഗണിച്ചു. അതിന് ഏതാണ്ട് 600ഓളം പരാതികൾക്ക് ആ അദാലത്തിൽ തന്നെ തീരുമാനമെടുക്കാൻ സാധിച്ചു. ഇന്നലെ കുന്നത്തൂർ താലൂക്കിന്റെ പരാതി പരിഹാര അദാലത്ത് നടന്നു. അവിടെ ഒരു നിയോജക മണ്ഡലമാണെങ്കിലും പരാതികൾ ഏതാണ്ട് 250ഓളം പരാതികളാണ് ഓൺലൈനായിട്ട് നമുക്ക് ലഭിച്ചത്. അതിൽ 160ഓളം പരാതികൾ ഓൺലൈനിൽ തന്നെ പരാതി പരിഹാരം കൂടി കണ്ടെത്താൻ സാധിച്ചിരുന്നു. നല്ല രീതിയിൽ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ അദാലത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ഈ സംവിധാനം സർക്കാർ തന്നെ പൊതുജനങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. വളരെ നല്ല രീതിയിൽ മുൻ വർഷങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള പരാതി പരിഹാര അദാലത്തുകളിലൂടെ ഏറെ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ പരാതി പരിഹാര അദാലത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ജില്ലയിലെ 3 മന്ത്രിമാർ പങ്കെടുത്തുകൊണ്ടാണ് അദാലത്തിന് നേതൃത്വം കൊടുക്കുന്നത്. വർഷങ്ങളായി ഒരു രേഖ പോലുമില്ലാത്ത ഭൂമിക്ക് പട്ടയം, അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ചുവപ്പ് നാടയിൽ കുരുങ്ങിക്കിടക്കുന്ന ധാരാളം ഫയലുകൾ അതെല്ലാം മാറ്റിയെടുത്തുകൊണ്ട് അദാലത്തിലൂടെ ശാശ്വതമായ പരിഹാരം കാണുകയാണ്. ഇവിടെ പരിഹരിക്കപ്പെടാൻ കഴിയുന്നതാണെങ്കിൽ ഇവിടെ തന്നെ ഇന്ന് പരിഹരിക്കപ്പെടും. അതല്ല ഗവൺമെന്റിൽ പോകേണ്ടുന്ന കേസുണ്ടെങ്കിൽ അത് ഗവൺമെന്റിൽ പോയി തിരിച്ചു വന്ന് അതിനും പരിഹാരമുണ്ട്. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. ഈ അദാലത്ത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ
ഇത്തരം അദാലത്തുകളിലൂടെ കഴിയുകയാണ്. കഴിഞ്ഞ വർഷത്തെ അദാലത്തും ഏറ്റവും നന്നായി നമ്മുടെ കൊല്ലം ജില്ലയിലും കേരളത്തിലും നടത്തപ്പെടുകയുണ്ടായി. തീർച്ചയായിട്ടും ഇവിടെ ഇന്ന് നടക്കുന്ന ഈ അദാലത്ത് തീർച്ചയായിട്ടും വൻ വിജയമായി തീരും. നമ്മുടെ ബഹുമാനനായ KM ബാലഗോപാൽ അവരുകളാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നല്ലൊരു അനുഭവമാണ് ഈ അദാലത്തിൽ കൂടി ഉണ്ടായിരുന്നത്. രണ്ടാമത്തെ അദാലത്താണ് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഇവിടെ നടക്കുന്നത് കേരളത്തിലായി. ആദ്യ അദാലത്ത് പ്രഖ്യാപിക്കുമ്പോൾ ഇത്രയും വിജയമാകുമെന്ന് എനിക്ക് തന്നെ സംശയമുണ്ടായിരുന്നു. ഈ അദാലത്ത് എങ്ങനെ തീർക്കാൻ പറ്റും? പക്ഷെ ആദ്യ അദാലത്തിൽ വന്നതിനേക്കാളും പരാതി രണ്ടാമത്തെ അദാലത്തിൽ കുറഞ്ഞു. കാരണം കുറേയേറെ പ്രശ്നങ്ങൾ വർഷങ്ങളായിട്ട് പരിഹരിച്ചു. പിന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രത്യേക ഒരു അദാലത്ത് നടത്തി. അതിന് കുറേ പരാതികൾ തീർന്നു. ഫോറസ്റ്റ് വകുപ്പിന്റെയും ഫിഷറീസ് വകുപ്പിന്റെയും പ്രത്യേക അദാലത്തുകൾ ചേർന്നിരുന്നു. എങ്കിലും ഇപ്പോൾ വരുന്ന പരാതികളുടെ ഒരു അനുഭവം ഞാൻ പറയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം 31-ാം തീയതി കൊല്ലത്താണ് അദാലത്തിൽ. ഒരാൾ വളരെ സന്തോഷമായിട്ട് പത്രക്കാരോട് ടിവിക്കാരോട് എല്ലാം ഇറങ്ങി പറഞ്ഞിട്ടുണ്ടായിരുന്നു 1958 മുതൽ എത്ര വർഷമാണ് ആലോചിച്ചത്? നമ്മളൊക്കെ ജനിക്കുന്നവർക്ക് എത്ര വർഷം മുമ്പ്? 1958 മുതലേ ഒരു ഭൂമി പതിക്കുന്നതിന്റെ പ്രശ്നം ഇത്രയും കാലം നടന്നിട്ട് ഇപ്പോഴാണ് ശരിയായത്. അദ്ദേഹം തന്നെ നടന്നു പറയുകയാണ്. ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്നുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളും വലിയ കാര്യങ്ങളുമുണ്ട്. ചിലത് ഒരുമിച്ച് ഉദ്യോഗസ്ഥന്മാർ നിയമപരമായ കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റും. ചില കാര്യങ്ങൾ ഈ അദാലത്തിൽ പരിഹരിക്കാൻ പറ്റില്ല. കാരണം ഇതിന്റെ നിയമപരമായ പരിധിക്ക് വരാത്ത അപേക്ഷകളും വരാറുണ്ട്. അത് നമുക്ക് പലപ്പോഴും നോക്കാൻ പറ്റില്ല. കോടതി കിടക്കുന്ന തർക്കമുണ്ട്, വരാൻ പറ്റില്ല. എത്ര വിചാരിച്ചാലും നമുക്ക് തീർക്കാൻ പറ്റാത്ത ചില കേസുകൾ വരും. വലിയ കാര്യമൊന്നുമല്ല. സഹോദരനും സഹോദരി തമ്മിൽ, പിന്നെ ബന്ധുക്കൾ തമ്മിൽ ഉള്ള ചെറിയ വഴിത്തർക്കമായിരിക്കും. പക്ഷെ എത്ര പണം മുടക്കിയാലും കോടതിയിൽ പോയി വാശി തീർക്കാതെ നിൽക്കുന്നവർക്ക് ചിലപ്പോൾ ഇതിൽ പരിഹരിക്കാൻ പറ്റില്ല. കാരണം അവർ തന്നെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ ഒരു അദാലത്തിന് തീർക്കാൻ പറ്റാത്ത അത്തരം കാര്യങ്ങളും ഉണ്ടാവും. ഒരു കാര്യമേ ഉള്ളൂ ഇതിനകത്ത്. സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റോ കളക്ടറേറ്റോ കൊല്ലത്ത് പോയിട്ട് മറ്റു ഓഫീസിലൊക്കെ പോയി പലപ്പോഴും ഓഫീസിൽ കയറി ഇറങ്ങി പല ഓഫീസിൽ ഇങ്ങനെ പേപ്പർ വന്ന് സമയം പോകുന്നതിന് പകരം സർക്കാർ ജനങ്ങളുടെ അടുത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ജില്ലാ കളക്ടറേറ്റ് ആകെ ജില്ലയിലെ കളക്ടറേറ്റ് മാത്രമല്ല, ജില്ലയിലെ എല്ലാ ഓഫീസുകളിലെയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ, സംസ്ഥാന അധികാര കേന്ദ്രം എന്ന നിലയിൽ ഇരിക്കുന്ന സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്ന MLA-മാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും മുനിസിപ്പൽ ചെയർമാൻ, ബ്ലോക്ക് പ്രസിഡന്റ് എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന ജനപ്രതിനിധികൾ വരുന്ന ഒരു വലിയ പരിപാടിയാണ്. ഈ പരിപാടി ഏറ്റവും വിജയകരമായി നടക്കുന്നതിന്റെ ഭാഗമായി മനുഷ്യന്റെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട തരത്തിലേക്ക് കാര്യം പരിഹരിക്കാൻ പറ്റും. അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. നന്നായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് പരിഹരിച്ചു പോകണം. ഇനിയും കുറച്ച് പ്രശ്നങ്ങൾ അവശേഷിക്കുന്നതും കൂടി പരിഹരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് ഓരോ അദാലത്തുകളും മാറും. ഈ അദാലത്തുകൾ മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ അദാലത്തിന്റെ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.